എല്ലാവർക്കും ക്രിസ്മസ് പ്രെയർ ചാലഞ്ചിൻ്റെ 9ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രക്ഷയുടെ രാത്രിയെ പറ്റിയാണ്. ദൈവം എങ്ങനെ മറിയത്തിനെയും ജോസഫിനെയും ഉണ്ണീശോയെയും അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചു എന്നതിനെപ്പറ്റി. ജ്ഞാനികൾ യേശുവിനെ സന്ദർശിച്ചു മടങ്ങിയതിനു ശേഷം ഹെറോദേസ് രാജാവിൻ്റെ മനസ്സിൽ വലിയ ആശങ്കയും ഭയവും നിറഞ്ഞു. ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന ക്രൂരമായ തീരുമാനം ഹെറോദേസ് രാജാവ് എടുത്തു. പക്ഷേ മനുഷ്യന് ദൈവത്തിൻ്റെ പദ്ധതിയെ തടുക്കാനാവില്ലല്ലോ. വിശ്രമിച്ചുറങ്ങുകയായിരുന്ന ജോസഫിൻ്റെ സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഉടൻ എഴുന്നേൽക്കൂ, കുഞ്ഞിനെയും അമ്മയെയും എടുത്ത് ഈജിപ്തിലേക്ക് പോകൂ. ജോസഫ് തിരിച്ചൊരു ചോദ്യവും ചോദിച്ചില്ല. ദൈവത്തിൻ്റെ വാക്ക് കേട്ട ഉടനെ അവൻ എഴുന്നേറ്റു. ജോസഫ് മറിയത്തിനെയും കുഞ്ഞിനെയും എടുത്ത് യാത്രയായി. ഈ സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മെ സംരക്ഷിക്കുമ്പോഴും നമുക്ക് അപകടങ്ങൾ വരാം. പക്ഷേ അത് നമ്മെ തകർക്കില്ല. ദൈവം അദൃശ്യമായി നമ്മുടെ പല അപകടങ്ങളും തടയുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉണർന്നിരിക്കുന്നു. നമ്മൾ വഴിതെറ്റിപ്പോയെന്ന് തോന്നുമ്പോൾ അവൻ നമ്മെ നയിക്കുന്നു. നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മറിയത്തിനെയും ജോസഫിനെയും ഉണ്ണീശോയെയും അങ്ങ് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും കാത്ത് സംരക്ഷിക്കണമേ. അങ്ങയുടെ കയ്യൊപ്പ് കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയപ്പെടുന്നിടത്ത് സമാധാനം തരണമേ. ആമേൻ. ഇനി നമുക്ക് ക്രിസ്മസിനൊരുക്കമായി ഒരു ചെറിയ പ്രവൃത്തി ചെയ്യാം. ഒരു പേപ്പർ എടുത്ത് ഇപ്പോൾ ജീവിതത്തിൽ അൺസർട്ടൈൻ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം എഴുതുക. അതുറക്കെ വായിച്ചതിന് ശേഷം ഏറ്റുചൊല്ലുക, ദൈവമേ, ഈ വഴിയിൽ അങ്ങ് എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി 9ാം ദിവസം സമാപിച്ചു. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം.